ഈ വർഷം 8ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസ് പ്രമോഷൻ ലഭിക്കാൻ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് 2 ആഴ്ചത്തെ പഠന പിന്തുണ ഉറപ്പാക്കി ഏപ്രിൽ 25 മുതൽ 28 വരെ പുനഃപരീക്ഷ നടത്താനാണ് തീരുമാനം. ഏപ്രിൽ 30 പുനഃപരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കും. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി 8ാം ക്ലാസ് വാർഷിക പരീക്ഷാ പേപ്പറുകൾ ഏപ്രിൽ 4-നകം അതത് അധ്യാപകർ സ്കൂളുകളിൽ ഏൽപ്പിക്കണം. 30% മാർക്ക് നേടാത്ത കുട്ടികളുടെ പട്ടിക ഏപ്രിൽ 5-ന് തയ്യാറാക്കി നൽകണം. മാർക്ക് കുറഞ്ഞവർക്ക് ഏതു രീതിയിൽ പഠന പിന്തുണ വേണമെന്നത് തീരുമാനിക്കാൻ ഏപ്രിൽ 5-ന് തന്നെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് ചേർന്ന് തീരുമാനിക്കണം. പഠന പിന്തുണയുടെ ആവശ്യകത വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തി അറിയിക്കണം. ഏപ്രിൽ 8 മുതൽ 24 വരെ രാവിലെ 9:30 മുതൽ 12:30 വരെ പഠന പിന്തുണ ക്ലാസുകൾ നൽകണം. 30% കിട്ടാത്ത വിഷയങ്ങളിലായിരിക്കും പഠന പിന്തുണ ക്ലാസുകൾ. അധ്യാപകരെയോ ഗസ്റ്റ് അധ്യാപകരെയോ വിരമിച്ച അധ്യാപകരെയോ ഉപയോഗിച്ച് ക്ലാസ് നടത്താം. ക്ലാസുകളുടെ സമയം സ്കൂളുകൾക്ക് ക്രമീകരിക്കാം. ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ ക്ലാസുകളിൽ നിന്നും ഒഴിവാക്കണം. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് പഠന പിന്തുണയും പുനഃപരീക്ഷയും നടത്തി 9ാം ക്ലാസ്സിലേക്ക് കയറ്റം നൽകും. മിനിമം മാർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പുനഃപരീക്ഷ നടത്തുന്നത്. അടുത്ത വർഷം 8ാം ക്ലാസ്സിന് പുറമെ 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കും. 2026-27 അധ്യയന വർഷത്തിലാണ് SSLC പരീക്ഷയിൽ മിനിമം മാർക്ക് നടപ്പിലാക്കുക. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്.